ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കും IASലേക്ക് സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യത നേടാൻ കഴിയാത്തതിനെ തുടർന്ന് ക്ലബ്ബ് വിടാൻ ഒരുങ്ങുകയാണ് ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. താരം ഫ്രഞ്ച് ക്ലബ്ബായ PSG ചേക്കേറാൻ ഒരുങ്ങുന്നു എന്ന് റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ റൊണാൾഡോയുടെ ഏജൻറ്റ് ജോർജെ മെൻസ് മുന്നോട്ട് വച്ച ഓഫർ PSG നിരസിച്ചതായാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. റൊണാൾഡോയുടെ പ്രതിവാര ശമ്പളം താങ്ങാൻ കഴിയുന്ന ക്ലബ്ബുകൾ വളരെ കുറവായതിനാൽ ട്രാൻസ്ഫർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ലയണൽ മെസ്സി, നെയ്മർ, കിലിയൻ എംബാപ്പെ എന്നീ സൂപ്പർ താരങ്ങളുടെ PSG ഉയർന്ന ശമ്പളവും താരത്തിൻ്റെ കൂടുമാറ്റത്തിന് തടസ്സമാകുന്നു. നേരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പദ്ധതികളിൽ റൊണാൾഡോ ഉണ്ടെന്ന് പുതിയ മാനേജറായ എറിക് ടെൻ ഹാഗ് വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ ഫ്രഞ്ച് ലീഗിൽ ലില്ലയ്ക്കെതിരെ ഗോൾ മഴ തീർത്ത് PSG. 1-7 ഗോളിനാണ് PSG ജയം. കിടിലൻ എംബാപ്പെ ഹാട്രിക്ക് നേടി. 8-ാം സെക്കൻഡിൽ ലയണൽ മെസ്സിയുടെ പാസിൽ നിന്ന് എംബാപ്പയാണ് ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. ഫ്രഞ്ച് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോളിൻ്റെ റെക്കോർഡിനൊപ്പം എത്താനും എംബാപ്പയ്ക്കായി. നെയ്മർ 2 ഗോളും മെസ്സിയും ഹക്കീമിയും ഓരോ ഗോൾ വീതവും നേടി. തുടർച്ചയായ 3-ാം ജയത്തോടെ 9 പോയിൻറ്റുമായി PSG ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ രാജ്യത്തെ പ്രധാന വാർത്തയുടെ വിശകലനവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.